ഇതാ നമുക്ക് വീണ്ടും പുതിയ വിവരങ്ങൾ കൂടി വരുന്നു. 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് ദേവസ്വം ജീവനക്കാർ തിരുത്തി എന്ന പുതിയ വിവരം കൂടി ഷഫീദ് റാവുത്തർ നൽകുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടേണ്ടതില്ല എന്നതായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. ആ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഉത്തരവ് തിരുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ്. സ്വർണ്ണ കവർച്ചയിലെ കള്ളന്മാരാരൊക്കെയാണ് എന്ന് സൂചന നൽകുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലെ ദേവസ്വത്തിന്റെ തട്ടിപ്പുകൾ അവിടെ നടന്നിട്ടുണ്ടോ? ഉത്തരവ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പോലും തിരുത്തിക്കൊണ്ട് ഈ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ച ജീവനക്കാർ ആരൊക്കെയാണ്, അതിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ്, ഇതിലെ കൊടും കള്ളന്മാരാരൊക്കെയാണ് എന്ന് സൂചനകൾ പുറത്തു വരുന്നു. 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് ദേവസ്വം ജീവനക്കാർ തന്നെ തിരുത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടേണ്ടതില്ല എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. ഈ ഉത്തരവ് തിരുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ്. ഈ കണ്ടെത്തൽ കൂടി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ഹൈക്കോടതിക്ക് ഇന്ന് സമർപ്പിച്ച ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ഉൾച്ചേർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഗൂഢസംഘം ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികളായി മാറാൻ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേർന്നു. ഷഫീദ്, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളിൽ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ ഷഫീദ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ ദേവസ്വം ജീവനക്കാർ ഇടപെട്ടുകൊണ്ട് ബോർഡിന്റെ തീരുമാനം തിരുത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഈ സ്വർണ്ണപ്പാളി സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തയക്കാൻ, അതായത് ശബരിമലയിലോ പരിസരത്തോ സന്നിധാനത്തോ വെച്ച് ചെയ്യാൻ നിയമപരമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം നൽകിയത് ദേവസ്വം ബോർഡല്ല. ആ ഉത്തരവിൽ ജീവനക്കാർ തിരുത്തി അങ്ങനെ ഒരു ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നാണല്ലോ ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്താണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. ആ കണ്ടെത്തലുകളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആദ്യം പറഞ്ഞു, അതായത് ഇത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി അത് മറച്ചു വിറ്റു എന്നൊക്കെയുള്ള സംശയം അത് ദേവസ്വം വിജിലൻസിന് ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ അതിന്റെ കുറച്ചുകൂടി അപ്ഡേഷൻ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അതിൽ ഏറ്റവും സുപ്രധാനം ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം അത് ആ തട്ടിപ്പ് സംഘം ഒരുക്കി അത് വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ ആധികാരിക വിവരമായി പുറത്തു പറയാൻ കഴിയുന്നത്. അതൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തലായി കൂടി നമുക്ക് പങ്കുവെക്കേണ്ടി വരും. ആ ഉരുക്കിയ സ്വർണം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് ചില രേഖകളടക്കം ചില തെളിവുകളടക്കം നിരത്തി ദേവസ്വം വിജിലൻസ് ആ റിപ്പോർട്ടിൽ അനുമാനിച്ചു പറയുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല ആ തട്ടിപ്പ് നടത്തിയത്, മറിച്ച് ഈ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നാണ് ഈ തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ കണ്ടെത്തലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മൾ ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നുണ്ട്. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സ്മാർട്ട് ക്രിയേഷൻസിനെ പങ്കജ് ഭണ്ഡാരി എന്ന സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെ ഒക്കെ സംശയമുനയിൽ നിർത്തിയാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. ആ വാർത്ത കഴിയുമ്പോൾ അടുത്ത പുതിയ വാർത്ത, അതിന്റെ വിവരങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളി കൈമാറുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന് എതിർപ്പുണ്ടായിരുന്നു. 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് ദേവസ്വം ജീവനക്കാർ തിരുത്തി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടേണ്ടതില്ല എന്നായിരുന്നു ദേവസ്വം ബോർഡ് ഉത്തരവ്. ഈ ഉത്തരവ് തിരുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി, അതായത് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക ഉത്തരവ്, ഔദ്യോഗിക തീരുമാനം അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ജീവനക്കാരുടെ ഗൂഢസംഘത്തിലെ ഏറ്റവും പ്രധാനി എന്നൊക്കെ വിശേഷണം ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന അന്നത്തെ 2019 ദേവസ്വം ബോർഡ് സെക്രട്ടറി ആ ഉത്തരവ് തിരുത്തി ദേവസ്വം ബോർഡിന്റെ തീരുമാനം കാറ്റിൽ പറത്തി എന്നൊക്കെയുള്ള ഗൗരവമേറിയ കണ്ടെത്തലുകൾ അത് ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നു. അപ്പോൾ അടിമുടി ദുരൂഹത, അതിൽ ഒന്നാമത്തെ ദുരൂഹത തുടങ്ങുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ശബരിമലയിലെ സ്വർണം കവരാനെത്തിയ ഷഫീദ്, നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കയ്യാളായി നിന്നുകൊണ്ട്, ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ദേവസ്വം ബോർഡ് ജീവനക്കാരടങ്ങുന്ന ഒരു വലിയ ഗൂഢസംഘത്തിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചു. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി അതിനെ അട്ടിമറിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ജീവനക്കാർ ആ ഉത്തരവ് തിരുത്തിയ ശേഷമാണ് 2019 സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിച്ചത് എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.